മാന്നാർ കൊലപാതകത്തിൽ ദൃശ്യ മോഡൽ സംശയിച്ച് പോലീസ്. കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയോ എന്ന് സംശയം. മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയെന്നാണ് നിഗമനം. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, ഇങ്ങനെയൊരു നിഗമനം ഉണ്ട് എങ്കിൽ തന്നെ അത് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സാഹചര്യം പോലീസിന് മുന്നിലുണ്ടോ ഇത്രയധികം വർഷങ്ങൾ എടുത്തൊരു സംഭവത്തിൽ? മധു, ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇതിനകത്ത് ശാസ്ത്രീയ തെളിവുകളിലൂടെ മാത്രമേ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം 15 വർഷം മുൻപ് നടന്നൊരു കൊലപാതകം, സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അധികമില്ലാത്തതായതുകൊണ്ട് തന്നെ മൃതദേഹം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൻ്റെ ആദ്യം മുതൽ തന്നെ ഒരു രഹസ്യ സ്വഭാവം പോലീസ് സൂക്ഷിച്ചതും മാധ്യമങ്ങളൊന്നും അറിയാതെ തന്നെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കാനുള്ള ഒരു നീക്കമൊക്കെ ആയിരുന്നു നടത്തിയതും. പക്ഷേ സെപ്റ്റിക് ടാങ്ക് പരിശോധിച്ചതിൽ നിന്ന് കാര്യമായ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വലിയ അസ്ഥികളോ അല്ലെങ്കിൽ തലയോട്ടി പോലെയുള്ള അധികം വേഗതയിൽ നശിച്ചു പോകാത്ത ആ ഭാഗങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. കുറച്ച് നഖവും പോലത്തെ സാധനങ്ങളും മുടിയും ഒപ്പം തന്നെ ഒരു അടിവസ്ത്രത്തിൻ്റെ സംശയിക്കുന്ന ചില ഭാഗങ്ങളും മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് പോലീസ് സംശയിക്കുന്നത് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യതയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മാത്രം, നിലവിൽ കസ്റ്റഡിയിലുള്ള ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ സെപ്റ്റിക് ടാങ്കിലേക്കാണ് ഇത് ഉപേക്ഷിച്ചത്. പക്ഷേ സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന് കരുതാം. ഈ അനിൽകുമാർ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ സമയത്ത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അയാൾ മേശരിപ്പണിയായിരുന്നു, കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മറ്റാരും അറിയാതെ ഈ മൃതദേഹം മാറ്റി ഏതെങ്കിലും രീതിയിലൊക്കെ വലിയ ബന്ധോസോടുകൂടി മറവ് ചെയ്യാൻ മറ്റാരുടെയും സഹായം ഇയാൾക്ക് ആവശ്യം വേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നതെന്നും മാത്രവുമല്ല, ഈ കലയെ വലിയ പെരുമ്പുഴ പാലം, പാന്നാറിനടുത്തുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപ്പെടുത്തുന്നത്. ആ കൊലപ്പെടുത്താനായി ആ പാലം തിരഞ്ഞെടുത്തതും കൊന്ന് ആറ്റിലേക്ക് കളയാൻ വേണ്ടി ആയിരുന്നു എന്നുള്ള ഒരു മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ സാഹചര്യം അനുകൂലമല്ലാത്തതിനാലാണ് പിന്നീട് സെപ്റ്റിക് ടാങ്കിലേക്ക് മൃതദേഹം കൊണ്ടുവന്ന് മറവ് ചെയ്തത് എന്നുള്ളതായിരുന്നു മൊഴി. എന്തായാലും ഇതിനകത്ത് പ്രതികളുടെ, നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളുടെയൊക്കെ മൊഴിയിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇനിയും കൃത്യമായി പോലീസ് പറയുന്നത് ഇക്കാര്യത്തിലുള്ളൊരു വ്യക്തത വരണമെങ്കിൽ അനിൽകുമാറിനെ പിടികൂടേണ്ടതുണ്ട്. അനിൽകുമാറിനെ പിടികൂടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പോലീസ് പറയുന്നുണ്ട്, അതായത് മൃതദേഹം വീണ്ടെടുക്കാനായി മറ്റു പല സ്ഥലങ്ങളിലും പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം റിമാൻഡ് റിപ്പോർട്ടിലും പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിമുടി ദുരൂഹമായി മാറുകയാണ്. ഇന്ന് മാത്രവുമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുൻപിൽ ഇനി വലിയ വെല്ലുവിളികളും നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ച് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കലയുടേതെന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ കലയുടെ മൃതദേഹാവശിഷ്ടങ്ങളുടെ കാര്യമായി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇനിയും ഈ മൃതദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അനിൽകുമാറിനെ പിടികൂടണം. അനിൽകുമാറിനെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അയാൾ മറ്റൊരു സ്ഥലത്താണുള്ളത്, മറ്റു രാജ്യത്താണുള്ളത്, ഇസ്രയേലിലാണുള്ളത്. സ്വാഭാവികമായിട്ട് തന്നെ പ്രതിയെ അവിടെ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എംബസി വഴിയൊക്കെ മൂവ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പേപ്പർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇപ്പോൾ കലയുടെ സഹോദരൻ നേരത്തെ സംസാരിക്കുന്നത് കേട്ടിരുന്നു രഘു. അതായത് ഈ ഒരു വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് അതിനുള്ളിലേക്ക് മൃതദേഹം ഇടണമെങ്കിൽ ആ വീട്ടിലുള്ളവർ അറിയാതെ അത് സാധിക്കില്ല. അതിൽ അനിൽകുമാറിൻ്റെ മറ്റു ബന്ധുക്കളും മാതാപിതാക്കളും അടക്കമുള്ളവർക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ അവരിത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നതാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്കോ മറ്റോ കടക്കുമോ? സ്വാഭാവികമായിട്ട് തന്നെ പോലീസിൻ്റെ മുൻപിൽ ഇതുപോലത്തെ ധാരാളം ചോദ്യങ്ങളുണ്ട് ഉത്തരം കിട്ടേണ്ട. കാരണം വീടിനോട് ചേർന്നുള്ള കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അയലത്തുകാരോ ഒക്കെ അറിയേണ്ടതാണ്. നമ്മൾക്ക് അനൗദ്യോഗികമായി ചില ഉദ്യോഗസ്ഥർ പറയുന്നത് അയലത്ത് വീട്ടിലെ ഒരു പ്രായം ചെന്ന സ്ത്രീ ഇത് കണ്ടിരുന്നു. പക്ഷേ അവരത് അന്നത്തെ കാലത്ത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് അല്പം മാനസിക ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾ ഇത് വിശ്വസിച്ചില്ല. ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവരുടെ ഒരു മനോനില സ്ഥിരമല്ലാത്തതിനാൽ അവരുടെ മൊഴിയൊന്നും അല്ലെങ്കിൽ ദൃക്സാക്ഷിയാക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഈ ബന്ധുക്കൾ അറിയണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല. കാരണം വളരെ ആസൂത്രണമായി നടത്തിയ ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്കിലേക്ക് മറവ് ചെയ്യണമെന്നുള്ളൊരു മുൻധാരണയുണ്ടെങ്കിൽ സ്വാഭാവികമായി തന്നെ അവിടെയുള്ള വീട്ടുകാരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ അനിൽകുമാറിൻ്റെയൊക്കെ ബന്ധുക്കളും മറ്റും അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത്. അവിടേക്കൊക്കെ വേണമെങ്കിൽ ഒരു ബന്ധുവിശേഷമൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നയാളുടെ വീട്ടിൽ പോയിട്ട് വാ, ഞങ്ങൾക്കിവിടെ മറ്റെന്തെങ്കിലും പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ വീട്ടുകാർ അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് വീട്ടുകാർ ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അറിയാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പോലീസിൻ്റെ മുമ്പിലുള്ള